എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പരീക്ഷകളും അതുപോലെ +1 പരീക്ഷകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ബയോളജി, ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത് സാഹിത്യ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എളുപ്പമാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നോ, അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ, ആ ഒരു വന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇന്നത്തെ പരീക്ഷ ഉണ്ടായിരുന്നത് എന്നുള്ളത് വിദ്യാർത്ഥികൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് ബയോളജി പരീക്ഷ, അതായത് +2വിൻ്റെ ബയോളജി പരീക്ഷ ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത്? ഈ ഒരു 2 വർഷം കൂടി 18ആണോ, എങ്ങനെയാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജിക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ബയോളജി എന്ന് പറയുന്നത് ഈ ഒരു 60 മാർക്കിലെ സബ്ജക്റ്റാണ്, അതായത് 60 മാർക്കിൻ്റെ പരീക്ഷയാണ്. 60ൽ 30 മാർക്ക് ഈ ഒരു സുവോളജിക്കും അതുപോലെ തന്നെ 30 മാർക്ക് ബോട്ടണിക്കുമാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് രീതിയിൽ, അതായത് 30 മാർക്ക് സുവോളജിക്കും അതുപോലെ 30 മാർക്ക് ഈ ഒരു ബോട്ടണിക്കും ആണ് വരിക. ഇതിനോടൊപ്പം 20 മാർക്ക് CE മാർക്കുണ്ട്. 20 മാർക്ക് CE എന്ന് പറയുന്ന സമയത്ത് അതായത് 10 വെച്ചിട്ടാണ് ഈ ഒരു CE ഉണ്ടാവുക. സുവോളജിക്ക് 10 മാർക്ക് CE, അതുപോലെ തന്നെ ബോട്ടണിക്ക് 10 മാർക്ക് CE, ഈ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ജയിക്കാനായിട്ട്, അതായത് ഈ ഒരു ബയോളജി സബ്ജക്റ്റ് ടോട്ടലായിട്ട് ജയിക്കാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ബയോളജി എന്ന് പറയുമ്പോൾ സുവോളജി, ബോട്ടണി എന്നിവ രണ്ടും കൂടിയിട്ടാണ് ബയോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിന് ജയിക്കാനായിട്ട് 18 മാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അതായത് 30 60 ആണ്. 60ൽ 18 മാർക്കാണ് ജയിക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ജയിക്കാനായിട്ട് ആവശ്യമുണ്ട് 18 മാർക്ക് എന്ന് പറയുന്ന സമയത്ത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും, സുവോളജിക്കും ബോട്ടണിക്കും സെപ്പറേറ്റ് 18 മാർക്ക് നേടണോ എന്നുള്ളത്. സെപ്പറേറ്റ് നേടേണ്ടതൊന്നുമില്ല. നിങ്ങൾക്ക് സുവോളജിക്ക് ലഭിക്കുന്ന മാർക്കും ബോട്ടണിക്ക് ലഭിക്കുന്ന മാർക്കും ടോട്ടൽ കൂട്ടുന്ന സമയത്ത് അത് 18 മാർക്ക് എഴുത്തു പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ നിബന്ധനയുള്ളൂ. അതായത് സുവോളജിക്ക് ലഭിച്ച എഴുത്തു പരീക്ഷയിൽ ലഭിച്ച മാർക്കും ബയോളജിക്ക് എഴുത്തു പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കും ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 18 മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് നിബന്ധനയായിട്ട് ഉള്ളത്. അതായത് ആകെ നിങ്ങൾക്ക് സുവോളജിക്കും ബയോളജിക്കും ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ഈ ഒരു +2വിൻ്റെ പരീക്ഷയ്ക്ക് 18 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് 2 വർഷം കൂടി ടോട്ടൽ എത്ര വേണം എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ബയോളജി എന്ന് പറയുമ്പോൾ അതിൽ സുവോളജിയും ബോട്ടണിയും രണ്ടും കൂടിയിട്ടാണ് ഈ ഒരു ബയോളജി എന്ന സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു +1ൻ്റെ ഈ ഒരു ബയോളജിക്കും 18 വേണം, അതുപോലെ തന്നെ +2വിൻ്റെ ബയോളജിക്കും 18 വേണം. അതായത് +2വിൻ്റെ ബയോളജിക്കും 18 വേണം. അതായത് നിങ്ങൾ ഒരു വർഷം 18 വെച്ച് നേടണം എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഈ ഒരു +1ൻ്റെ 18ഉം +2വിൻ്റെ 18ഉം ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 36 കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് +1നെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 11 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. ബയോളജിയുടെ സുവോളജിയുടെയും ബോട്ടണിയുടെയും പേപ്പർ ടോട്ടൽ നോക്കുന്ന സമയത്ത് 11 മാർക്കേ എഴുത്ത് പരീക്ഷയിൽ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ നിങ്ങൾ ഇന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന +2വിൻ്റെ ആ ഒരു ബയോളജി പരീക്ഷയിലെ സുവോളജിയും ബോട്ടണിയും ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്കതിന് ടോട്ടലായിട്ട്, അതായത് ഈ ഒരു 18നോടൊപ്പം ആ ഒരു 11ൻ്റെ ബാക്കി എന്ന് പറയുമ്പോൾ 7 മാർക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 25 മാർക്ക് വരും. അതായത് 7 + 18 ഈ ഒരു 25 മാർക്കാണ് വരിക. അപ്പോൾ ഈ 25 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു +2വിൻ്റെ ഈ ഒരു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ബയോളജി പരീക്ഷയ്ക്ക് ഈ ഒരു ബോട്ടണിക്കും സുവോളജിക്കും രണ്ടും ടോട്ടൽ കൂട്ടിയിട്ട് എഴുത്ത് പരീക്ഷയിൽ 25 കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 36 മാർക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ 36 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബയോളജിക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ സേ പരീക്ഷയും ബയോളജിക്ക് ഉണ്ട്. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ബയോളജിക്ക് സേ പരീക്ഷ ഉണ്ടോ, അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ബയോളജിയുടെ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ബോട്ടണിയുമാണ്. അതായത് ബോട്ടണി ഉണ്ട്, അതുപോലെ സുവോളജി ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബയോളജിയുടേത് ബോട്ടണിയും സുവോളജിയും എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു +2വിൻ്റെ അതായത് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ബയോളജിയുടെ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ബയോളജിക്ക് ബോട്ടണി സുവോളജി എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായിട്ട് പരീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സേ പരീക്ഷ എഴുതുകയാണെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുകയാണെങ്കിലും ഈ ഒരു ബോട്ടണിയും എഴുതണം, അതുപോലെ തന്നെ സുവോളജിയുടെ പേപ്പറും എഴുതേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ബയോളജിയുടെ ഈ ഒരു സേ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ബോട്ടണിക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ സുവോളജിക്ക് മാത്രമായിട്ടോ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. നിങ്ങൾ ബയോളജിയുടെ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബോട്ടണിയുടെ പേപ്പറും എഴുതണം, അതുപോലെ സുവോളജിയുടെ പേപ്പറും നിർബന്ധമായിട്ടും എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണം ഒന്ന് പറയാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു +2വിൻ്റെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് സുവോളജിക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അതല്ല, നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് ബോട്ടണിക്കാണ് ഈ ഒരു പ്രതീക്ഷിച്ച മാർക്ക് കിട്ടില്ല എന്ന് കരുതുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ബോട്ടണി പരീക്ഷയ്ക്ക് ഈ ഒരു മതിയായ മാർക്ക്
പ്രതീക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ ചില സമയത്ത് അതിന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. അതുപോലെ തന്നെ സുവോളജിക്ക് മതിയായ മാർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു സുവോളജിയുടേത് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട്, അതായത് ഈ ഒരു ബയോളജിയുടെ ബോട്ടണി പേപ്പറും അതുപോലെ സുവോളജി പേപ്പറും ഇങ്ങനെ എഴുതാനായിട്ട് ഏതെങ്കിലും ഒന്ന് എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബയോളജിയുടെ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ബോട്ടണി പേപ്പറും എഴുതേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സുവോളജി പേപ്പറും എഴുതേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ജയിക്കാനായിട്ട് ആകെ മാർക്ക് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ബയോളജിയുടെയും അതായത് ബയോളജിയുടെ ഈ ഒരു ബോട്ടണിയുടെയും സുവോളജിയുടെയും നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം നിങ്ങൾക്ക് 30 വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് കൊടുത്തത് കാണാം. CE മാർക്കും ഈ ഒരു ബോട്ടണിക്കും സുവോളജിക്കും സെപ്പറേറ്റ് 10 എന്നുള്ള രീതിയിൽ, അതായത് 20 മാർക്ക് ടോട്ടൽ ഉണ്ട്. അത് 10 എന്നുള്ള രീതിയിൽ അത് വിഭജിച്ച് നൽകിയത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഇതിൻ്റെ നേരെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ടോട്ടൽ നോക്കുന്ന സമയത്ത് 40 എന്ന് കൊടുത്തത് കാണാൻ സാധിക്കും. അതായത് CE ഉൾപ്പെടെ മാർക്ക് ടോട്ടൽ നോക്കുമ്പോൾ 80 വരിക. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നൽകിയതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് 36 മാർക്ക്, ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ മിനിമം നേടേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുമെങ്കിലും ഇവിടെ നോക്കുന്ന സമയത്ത് 36 എന്നുള്ളത് ഒറ്റ ലൈനിലായിട്ട് നൽകിയത് കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ആകെ 2 വർഷം കൂടി 36 മാർക്കാണ് വേണ്ടത്. നിങ്ങൾക്ക് ബയോളജിയുടെ നോക്കുന്ന സമയത്ത് ബോട്ടണിക്കും സുവോളജിക്കും രണ്ടിനും ടോട്ടൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് +2 18 മാർക്ക് കിട്ടിയാൽ മതി. അതായത് നിങ്ങൾക്ക് ബോട്ടണിക്ക് 18 സുവോളജിക്ക് 18 എന്നല്ല, ഈ ഒരു ബോട്ടണിക്കും സുവോളജിക്കും രണ്ടും കൂട്ടിയിട്ട് 18 മാർക്ക് നിങ്ങൾക്ക് +2 കിട്ടിയാൽ മതി. അതേപോലെ തന്നെ +1നും നിങ്ങൾക്ക് സുവോളജിക്കും ബോട്ടണിക്കും രണ്ടും കൂട്ടിയിട്ട് 18 മാർക്ക് കിട്ടിയാൽ മതി. +1ന് നിങ്ങൾക്ക് ഈ ഒരു 18 മാർക്ക് രണ്ടിനും കൂട്ടിയിട്ട്, അതായത് ബോട്ടണിക്കും സുവോളജിക്കും കൂട്ടിയിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എക്സ്ട്രാ മാർക്ക്, എത്ര മാർക്ക് കുറവുണ്ടോ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് +2ൻ്റെ ഈ ഒരു ബയോളജിയുടെ, അതായത് ബോട്ടണി സുവോളജി പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു +2 ജയിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2ൻ്റെ റിസൾട്ട് വന്ന ശേഷം പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതിരിക്കുകയോ അതല്ല ആ ഒരു സബ്ജക്റ്റ് തോൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് +2ൻ്റെ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സുവോളജിക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ ബോട്ടണിക്ക് മാത്രമായിട്ടോ സെപ്പറേറ്റ് ആയിട്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഈ ഒരു ബയോളജി പരീക്ഷ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന സമയത്ത് നിർബന്ധമായിട്ടും ബോട്ടണിയുടെയും സുവോളജിയുടെയും രണ്ടിൻ്റെയും പരീക്ഷ നിർബന്ധമായിട്ടും, അതായത് രണ്ടിൻ്റെ പേപ്പറും നിർബന്ധമായിട്ടും എഴുതേണ്ടതായിട്ട് വരുന്നതാണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് നിങ്ങൾക്ക് 180 മാർക്ക് മുതൽ ഈ ഒരു 200 മാർക്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു A+ ഗ്രേഡ് കിട്ടുന്നത് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് CE മാർക്ക് ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 160 മാർക്കാണ് വരിക. അപ്പോൾ CE മാർക്ക് കൂട്ടാതെ നിങ്ങൾക്ക് അത് നോക്കുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിൽ നിന്നും നിങ്ങൾ ജസ്റ്റ് ഒരു 40 മാർക്ക് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഈ ഒരു CE മാർക്ക് കൂട്ടാതെ വേണം എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു 180 നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ, അതായത് 140 മാർക്ക് മുതൽ ഈ ഒരു 160 മാർക്ക് വരെ നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയിൽ കിട്ടുകയാണ്. അതായത് 2 വർഷത്തെ മാർക്ക് ടോട്ടൽ കൂട്ടുന്ന സമയത്ത്, അതായത് എഴുത്തു പരീക്ഷയിൽ ലഭിച്ച മാർക്ക് കൂട്ടുന്ന സമയത്ത് 140നും 160നും ഇടയിലായിട്ട്, അതായത് ഈ ഒരു 2 മാർക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അത് A+ ഗ്രേഡ് ആയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സാകുന്നതിനായിട്ട് 2 വർഷത്തെ എഴുത്തു പരീക്ഷയിൽ നിങ്ങൾക്ക് ബോട്ടണിക്കും സുവോളജിക്കും രണ്ടും കൂടി കിട്ടിയിട്ടുള്ള മാർക്ക് 2 വർഷം കൂട്ടുന്ന സമയത്ത് 36 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബോട്ടണിയും സുവോളജിയും, അതായത് ബയോളജി സബ്ജക്റ്റ് ജയിക്കുന്നതാണ്. അപ്പോൾ ബയോളജി എന്ന് പറയുമ്പോൾ അതിൽ ബോട്ടണി സുവോളജി വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റോ സേ എഴുതുന്ന സമയത്ത് ഈ ഒരു 2 പേപ്പറും, അതായത് ബോട്ടണിയുടെ പേപ്പറും സുവോളജിയുടെ ആ ഒരു പരീക്ഷയും നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.